ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ രുചികരമായ ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മീൻ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ നല്ല അടിപൊളി സ്നാക്ക് ഉണ്ടാക്കി ചായക്കൊപ്പം കഴിക്കാം. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിലും വളരെ ടേസ്റ്റാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വഴറ്റാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് എണ്ണയും വളരെ കുറവാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് അത്യാവശ്യം വേണ്ട ചേരുവകൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുള്ളി ചെറുതായി കട്ട് ചെയ്തത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനുള്ള പച്ചമുളക് ഒരു 4-5 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ഓരോരുത്തരുടെ എരിവിന് ആവശ്യമുള്ളത് എടുക്കുക. പിന്നെ ഒരു 10-12 ചെറിയ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് വേണം. പിന്നെ 1 ഇഞ്ച് നീളത്തിൽ 2 കഷ്ണം ഇഞ്ചി ഇതുപോലെ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അത് ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും വേണം. പുതിനയില വീട്ടിലുള്ളതാണെങ്കിൽ മാത്രം ചേർക്കുക. മല്ലിയിലയും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർത്തുണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും ഇത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുള്ളില്ലാത്ത മീൻ കഷ്ണങ്ങളാണ്. ഇത് കറി വെക്കാൻ എടുക്കുമ്പോൾ നമ്മളിത് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്താലും മതിയാകും. ദശക്കട്ടിയുള്ള അധികം മുള്ളില്ലാത്ത മീനാണ് ഇതിന് നല്ലത് കേട്ടോ. 200 ഗ്രാം മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഒരുക്കി വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി തന്നെയാണ് ചേർക്കേണ്ടത്, സവാള ചേർക്കരുത്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല നീളമുള്ള പച്ചമുളക് ഞാൻ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 എണ്ണോ എല്ലാം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇലകൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഈ സ്നാക്ക് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ആ ചേരുവയെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പീര പോലെ ഇരിക്കണം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് കറക്കിയെടുത്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സ്നാക്ക്. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരിക്കലും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴും ഉണ്ടാക്കും. അതുപോലത്തെ ടേസ്റ്റാണത്. നല്ല എരിവുള്ള ഒരു സ്നാക്കാണ്, വളരെ ടേസ്റ്റുമാണ്. നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. മുളക് പൊടി ഇതിൽ ചേർക്കില്ല കേട്ടോ. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എരിവ് കുറവ് വേണ്ടവർക്ക് 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എരിവുള്ള ഐറ്റംസ് വളരെ കുറച്ചെടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. കണ്ടില്ലേ? ഇതുപോലെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മീൻ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞിട്ടുണ്ടാവണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത മീൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്ത ബാറ്ററെല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിച്ചതാണ്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് നമുക്ക് ഇതുമായി മിക്സ് ചെയ്യാം. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. ബ്രെഡ് ക്രംസ് ചേർത്താൽ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റും ആയിരിക്കും. കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാകുന്നത് വരെ കുറേശ്ശെ ബ്രെഡ് ക്രംസ് ചേർത്ത് കുഴച്ചെടുക്കാം. ഇതോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതിലേക്ക് കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് കുഴച്ച് നോക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്ലൈസ് ബ്രെഡ് പൊടിച്ചാൽ അത്രയും കിട്ടും.
നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കിയാൽ വിട്ടു പോകാത്ത പാകത്തിൽ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിന് കൈവെള്ളയിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചിൽ വെച്ച് പ്രസ് ചെയ്തും എടുക്കാം. ഹാർട്ട് ഷേപ്പിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഒത്തിരി വലിയത് വേണമെങ്കിൽ അതുപോലെ ഉരുട്ടിയെടുക്കണം. ഞാനിത് ഏകദേശം മീഡിയം വലിപ്പത്തിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിലും ചെറുത് വേണമെങ്കിൽ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ചെറുതാക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 7 സ്നാക്കിനുള്ളതാണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതിലേക്ക് അത്യാവശ്യം വേണ്ട ഉപ്പ് ചേർക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ കട്ടയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇപ്പം ഞാൻ ഈ ബാറ്റർ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും എടുത്ത് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നല്ലതുപോലെ ബ്രെഡ് ക്രംസ് പറ്റിച്ചെടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. സ്നാക്ക് ഫ്രൈ ചെയ്യാനിടുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കണം. മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. ഇതിൻ്റെ പുറത്തേക്കൊക്കെ കുറച്ച് എണ്ണ നമുക്ക് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താൽ മുകൾ ഭാഗം ഡ്രൈ ആകാതിരിക്കും. ഇനി നമുക്കിത് താഴെ ഭാഗം മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. താഴെ ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ 2 സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മറിച്ചിടുകയാണെങ്കിൽ എളുപ്പത്തിൽ മറിച്ചിടാൻ പറ്റും. പൊടിഞ്ഞു പോകില്ല. ഇപ്പോൾ താഴെ ഭാഗം മുരിഞ്ഞതെല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മറ്റേ സൈഡ് ഫ്രൈ ആയോ എന്നൊന്ന് നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ തമ്മിൽ മുട്ടാത്ത രീതിയിൽ വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ മറിച്ചിടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തമ്മിൽ മുട്ടി പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണയിലേക്കൊക്കെ ഒരുപാട് കക്കനൊക്കെ വീഴും. നമുക്ക് വേണമെങ്കിൽ 7 എണ്ണവും ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാമായിരുന്നു. ഞാനിപ്പോൾ 4 എണ്ണം ആദ്യവും പിന്നെ ബാക്കിയുള്ള 3 എണ്ണം രണ്ടാമത്തെ സെറ്റിലുമാണ് ഇട്ട് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടി വലിയ പാനായിരുന്നെങ്കിൽ നമുക്ക് ഇത് 7 എണ്ണവും ഒരുമിച്ച് ഫ്രൈ ചെയ്യാമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് സ്നാക്കും ഫ്രൈ ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ കട്ട്ലറ്റ് വാങ്ങിക്കില്ലേ, അതിലൊക്കെ എത്രയോ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ. മീൻ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ചിക്കനിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. വീണ്ടും മറ്റൊരു അടിപൊളി സ്നാക്കുമായിട്ട് കാണാം. താങ്ക് യു.